എന്നാൽ നമ്മൾ മോർണിംഗ് വ്ളോഗല്ലേ കാണാറ്, എന്നാൽ ഇന്ന് പിന്നെ ഒരു ഈവനിങ് വ്ളോഗ് ആയാലോ. അങ്ങനെ ഞാൻ വളരെ എസ്തെറ്റിക്കലി വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി ചായ വെച്ചപ്പോൾ ഇതിങ്ങനെയായിരിക്കും. ഇത് പിന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ നോർമലാണ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഞാൻ എന്നും എൻ്റെ കയ്യിൽ നിന്ന് പറ്റുന്ന അബദ്ധങ്ങൾ കാരണം വീട് വൃത്തിയാക്കുക എന്ന് പറയുന്നത് എനിക്കൊരു എക്സ്ട്രാ പണിയായിട്ട് വരുന്നത് എപ്പോഴും യൂഷ്വലാണ്. മിക്കവാറും ചായ തിളച്ച് തൂവാറാണ് പതിവ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. എൻ്റെ അമ്മ പറയുന്നത് അശ്രദ്ധ കൊണ്ടാണെന്നും ഞാൻ പറയുന്നത് എനിക്ക് 30 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ മെൻ്റൽ സ്റ്റേറ്റിനുള്ള പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കറിയത്തില്ല ഇനി ഏത് സ്റ്റേറ്റിൻ്റെ പ്രശ്നമാണെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പഴംപൊരി കൊടുത്തപ്പോൾ എൻ്റെ കെട്ടിയുടെ ഹാപ്പിനെസ് കണ്ടില്ലേ. അത് ഞാനൊന്ന് സന്തോഷമായിട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു സെക്കൻഡിൽ ഒന്ന് അഭിനയിച്ചതാണ് ആ ചിരിച്ച് കാണിച്ചത്. അപ്പോൾ എൻ്റെ കുഞ്ഞപ്പൻ ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കുറച്ച് ആനിമേസും കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരയ്ക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് അവൾ വരയ്ക്കുന്നത്. കാരണം എനിക്ക് എപ്പോഴും സാധിക്കാതെ പോയ ഒരു ആഗ്രഹമാണ് ഡ്രോയിങ് പഠിക്കുക എന്നുള്ളത്. ഞാൻ ഇതുവരെ ലൈഫിൽ പഠിച്ചിട്ടില്ല. ഇവളെങ്ങനെ പഠിപ്പിക്കാൻ വിടണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ അവളെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്നും അങ്ങനെ അത്രയ്ക്കും ഇതുള്ള ക്ലാസ്സസ് ഒന്നും ഞാൻ ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ല. എന്തായാലും നോക്കണം, അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് കുഞ്ഞിനെ ക്ലാസ്സിന് വിടണം. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. മിക്സ്ഡ് ഫീലിങ്സ് ഉള്ളൊരു ദിവസമായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഇതാ കണ്ടോ, വിച്ചു അങ്ങനെ ഓടാൻ ഇറങ്ങിയിട്ടുണ്ട്. സോ ആ അങ്ങേയറ്റത്തുള്ള വളവ് തൊട്ടാണ് പുള്ളിക്കാരനെ സ്റ്റാർട്ടിങ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. ആ ഒരു പ്രതിഭാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവളിതെന്താ തേങ്ങ കാണിക്കുന്നതെന്നായിരിക്കും ആ മനസ്സിലൂടെ പോകുന്നത്, നമുക്കറിയാമല്ലോ. അങ്ങനെ ദോ ആ കാണുന്ന ആ സൈക്കിളിൽ പിള്ളേർ വരുന്നില്ലേ, അവിടെയാണ് പുള്ളിക്കാരൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തുണിയൊക്കെ പറക്കി അകത്ത് വന്നു. വൈകിട്ട് താഴെ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പെയിന്റ് അടിക്കാൻ ഇതുവരെ ആൾക്കാർ വന്നില്ല. പെയിന്റ് അടിച്ചിട്ട് വേണം ഇവിടെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. വർഷങ്ങൾ പോകുന്നതല്ലാതെ അവരാരും വന്ന് ഇവിടെ പെയിന്റ് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചപ്പാത്തിയേ ഉള്ളൂ. അങ്ങനെ സന്ധ്യയായി, നടക്കാനൊക്കെ പോയി, ഓടി ആസിബിയുടെ മാച്ച് കാണാൻ പോവാണ് കേട്ടോ. കളിയൊക്കെ തുടങ്ങിയപ്പോഴത്തേന് വിച്ചു വന്നിരുന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളും കാണാൻ പോവാണ് കേട്ടോ. ഞാനൊരു CSK ഫാൻ ആണെങ്കിലും ഞാൻ മറ്റേ ദുരന്തറിൽ രൺബീറിനെ പോലെ എന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ ഇപ്പം RCBയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം CSK പോയി, ഇനിയിപ്പം വേറെ വഴിയൊന്നുമില്ല. പിന്നെ പറയാതിരിക്കാൻ വയ്യ, RCB ഒരു കംപ്ലീറ്റ് ടീമാണെന്ന് നമുക്ക് പറയാം. ബാറ്റ്സ്മാൻമാരായാലും ബോളേഴ്സ് ആണെങ്കിലും ഇതാണ് ഒരു കംപ്ലീറ്റ് ടീം. ഒരാൾ പോയാൽ ചീട്ടുകൊട്ടാരം പോലെ പൊളിയുന്നതല്ല ടീം. അടുത്ത ആളുണ്ടേ, ഒരാൾ പോയാലും അവർക്ക് അടുത്ത ആളുണ്ടെന്നുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അതാണ് ടീം. ബാറ്റ്സ്മാൻമാരാണെങ്കിൽ ഇപ്പോൾ കോഹ്ലി പോയാൽ അടുത്ത ആൾ വരും. പാട്ടിദാറുണ്ട്, അല്ലെങ്കിൽ ദേവദത്ത് പടിക്കലുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഡേവിഡ് ഉണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, അങ്ങനെ ഓരോരുത്തരുണ്ട്. ബോളിങ്ങിലാണെങ്കിൽ ഭുവനേശ്വറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഉണ്ട് ആ ടീമിൽ. ആ ടീമാണ് ടീം അല്ലേ. പിന്നെ ഒന്നും പോരാഞ്ഞിട്ട് റുണാൽ പാണ്ഡ്യയുണ്ട്, രണ്ടിനും, ബോളിങ്ങിനും ബാറ്റിങ്ങിനും ഒക്കെ. അങ്ങനെ ആ ഒരു ദിവസവും കഴിഞ്ഞു. ഇന്നൊരു മിക്സഡ് ഫീലിങ്സ് ഉള്ള ഒരു ദിവസമായിരുന്നു. നമ്മുടെ കേരളത്തിലൊരു കേസ് അറിഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ കഥയൊക്കെ. അത് നമ്മളെ വല്ലാതെ, ഇന്നത്തെ ദിവസം ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ വരും, എങ്ങനെ പറ്റും ഒരു അമ്മയ്ക്കൊക്കെ എന്ന് നമുക്കിങ്ങനെ തോന്നും. പിന്നെ ആ ചിന്തയെന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഒന്ന് മാറ്റിയിട്ടാണ് ഞാൻ കടന്ന് ഉറങ്ങിയത് കേട്ടോ. അപ്പോഴാണ് പുതപ്പെടുക്കാൻ മറന്നു എന്ന് ഓർത്തത്. അങ്ങനെ വന്ന് പുതപ്പൊക്കെ എടുത്തുകൊണ്ട് പോയി ഉറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.